ഈ ദിനങ്ങളിൽ മഹാദേവന് ജലധാര അർപ്പിച്ചാൽ ക്ഷിപ്ര ഫലസിദ്ധിയാണ്. ശിവഭഗവാന് സമർപ്പിക്കുന്ന ജലധാര വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മഹാദേവന് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് ധാര. ശിവലിംഗത്തിന് മാത്രമേ ധാര വഴിപാട് പതിവുള്ളൂ. ജലധാരയാണ് സാധാരണ നടത്താറ്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ക്ഷീരധാര, ഇളനീർധാര എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നവരുമുണ്ട്. മഹാദേവന് സമർപ്പിക്കുന്ന ധാരയിൽ നക്ഷത്രജാതന്റെ പേരിലും നാളിലും മൃത്യുഞ്ജയ അർച്ചനയുമുണ്ട്. ശിവക്ഷേത്രത്തിൽ നടത്തുന്ന മുഖ്യവും ശ്രേഷ്ഠവുമായ വഴിപാടാണ് ജലധാര. ക്ഷിപ്രകോപിയും സംഹാരത്തിന്റെ മൂർത്തിമദ്ഭാവവുമായ ശിവനെ ഇടമുറിയാതെ ജലം ശിരസിലൊഴിച്ച് തണുപ്പിക്കുന്ന ചടങ്ങാണ് ധാര എന്ന് ലളിതമായി പറയാം. കാര്യസിദ്ധി നേടാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്തും നേടാൻ ഉത്തമമായ ഒരു വഴിപാടാണിത്. അതിനായി തുടർച്ചയായി 7 പ്രാവശ്യമോ അല്ലെങ്കിൽ 12 പ്രാവശ്യമോ ആയിട്ട് ഈ വഴിപാട് നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ നടത്തുമ്പോൾ തുടർച്ചയായി 7 തിങ്കളാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസത്തിൽ 1 വീതം 7 മാസമായിട്ടോ മാസത്തിൽ 1 എന്ന ക്രമത്തിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ ജന്മനക്ഷത്ര നാളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ 7 തവണകളായിട്ട് 7 പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ 12 പ്രാവശ്യമായിട്ട് ഈ ജലധാര വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ ആഗ്രഹിച്ചത് എന്തും നേടാവുന്നതാണ്. ഓരോ ദിവസവും ജലധാര വഴിപാട് നടത്തുന്നതിന് ഓരോ ഫലങ്ങളാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. മഹാദേവന് ശനിയാഴ്ചയാണ് ജലധാര വഴിപാട് സമർപ്പിക്കുന്നതെങ്കിൽ സകല ദുരിതങ്ങളും നീങ്ങും എന്നാണ് വിശ്വാസം. ചില ശിവക്ഷേത്രങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ധാര സമർപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ശനിയാഴ്ച വൈകിട്ട് ധാര വഴിപാട് നടത്തുന്നത് കേസ്, വഴക്കുകൾ, പെട്ടെന്ന് വരുന്ന ആപത്തുകൾ എന്നിവ ഒഴിയാൻ ഉത്തമമാണ്. ചൊവ്വാഴ്ച ജലധാര സമർപ്പിക്കുന്നത് ധനനേട്ടം, ഭൗതിക സുഖം എന്നിവയാണ് ഫലം നൽകുന്നത്. പൗർണമി നാളിൽ ജലധാര സമർപ്പിക്കുന്നത് ഐശ്വര്യം വർദ്ധിക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ ഓരോ ദിവസത്തെയും ജലധാര വഴിപാടിന് പ്രത്യേക ഫലങ്ങളാണ് പറയുന്നത്. ശിവഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണിത്. അപ്പോൾ ഏവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരുടെ കുടുംബത്തിലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.